MG യൂണിവേഴ്സിറ്റിയുടെ ഈ മാസം 28-ന് നടത്താൻ നിശ്ചയിച്ചിരുന്ന 4ാം സെമസ്റ്റർ ബാച്ചിലർ ഓഫ് വൊക്കേഷണൽ ഡിഗ്രി പരീക്ഷകൾ ദുക്രാന തിരുനാൾ ദിനമായ ജൂലൈ 3-ലേക്ക് മാറ്റിവെച്ചതിൽ സീറോ മലബാർ സഭ അൽമായ ഫോറം പ്രതിഷേധിച്ചു. സീറോ മലബാർ കത്തോലിക്കരുടെ പുണ്യദിനമായ ജൂലൈ 3-ന് പരീക്ഷ നടത്താനുള്ള തീരുമാനം പുനഃപരിശോധിക്കണമെന്നും മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാകണമെന്നും സീറോ മലബാർ സഭ അൽമായ ഫോറം സെക്രട്ടറി ടോണി ചിറ്റിലപ്പള്ളി ആവശ്യപ്പെട്ടു. ജീവന്റെ മഹത്വത്തിനു വേണ്ടി അന്ത്യം വരെ നിലകൊള്ളുകയും ഒടുവിൽ സ്വജീവൻ സമർപ്പിച്ച് സ്വർഗത്തിലേക്ക് യാത്രയാകുകയും ചെയ്ത 28-കാരി കിയാര കോർബെല്ലയുടെ നാമകരണ നടപടിയുടെ അന്വേഷണത്തിന്റെ രൂപതാഘട്ടം റോം രൂപത കഴിഞ്ഞ ദിവസം ഔദ്യോഗികമായി പൂർത്തിയാക്കി. 2018 സെപ്റ്റംബർ 21-ന് കിയാരയുടെ ജീവിതത്തെ കേന്ദ്രമാക്കിയുള്ള വിശദമായ പഠനവും അന്വേഷണവും ജൂൺ 21 വെള്ളിയാഴ്ച സെയിന്റ് ജോൺ ലാറ്ററിന്റെ ആർച്ച് ബസിലിക്കയിൽ നടന്ന സെഷനോടെയാണ് സമാപിച്ചത്. റോം രൂപതയുടെ വൈസ് റീജന്റ് റീന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. റോമിലെ സഭയുടെ ഈ പുത്രിയെ സമകാലിക ക്രിസ്ത്യൻ തലമുറകൾക്ക് ക്രിസ്തീയ ജീവിതത്തിന്റെ മാതൃകയായി മാറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നതായി റീന പറഞ്ഞു. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കുമ്പസാരകനും സ്പാനിഷ് വൈദികനുമായ ഫാദർ മാനുവൽ ബ്ലാങ്കോ വിടവാങ്ങി. 85-ാം വയസ്സിലാണ് നിത്യസമ്മാനത്തിന് വിളിക്കപ്പെട്ടത്. ഫ്രാൻസിസ്കൻ വൈദികനായ അദ്ദേഹം പൊന്തിഫിക്കൽ യൂണിവേഴ്സിറ്റി അന്റോണിയത്തിലെ പ്രതിനിധി, പ്രവിശ്യാമന്ത്രി, വൈസ് റെക്ടർ, ഡീൻ, ഫിലോസഫി പ്രൊഫസർ, ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കുമ്പസാരകൻ എന്നീ നിലകളിൽ ശ്രദ്ധ നേടിയിരുന്നു. ചിക്കാഗോയിലെ ലയോളോ സർവകലാശാലയും ലാറ്റിൻ അമേരിക്കയ്ക്കായുള്ള പൊന്തിഫിക്കൽ കമ്മീഷനും ചേർന്ന് സംഘടിപ്പിച്ച ഏഷ്യ പസഫിക്കുമായി പാലങ്ങൾ പണിയുക എന്ന സംരംഭത്തിന്റെ ഭാഗമായി പാപ്പയും സർവകലാശാല വിദ്യാർത്ഥികളും ഓൺലൈനായി സംവാദം നടത്തി. സംവാദത്തിൽ വിശ്വാസത്തോടും അവയുടെ ബോധ്യങ്ങളോടും സത്യസന്ധത പുലർത്താൻ ഫ്രാൻസിസ് പാപ്പ അവരോട് ആവശ്യപ്പെട്ടു. മറ്റുള്ളവർ പീഡിപ്പിക്കുമെന്ന ഭയത്തിൽ തണുത്ത വിശ്വാസത്തിൽ ജീവിക്കാൻ പ്രലോഭിതരായാലും അവരുടെ സ്വത്വത്തോട് സത്യസന്ധത പുലർത്തി ക്രൈസ്തവ രക്തസാക്ഷികളെ പോലെ ശക്തരായിരിക്കാൻ പാപ്പ ആഹ്വാനം ചെയ്തു. പ്ലാറ്റിനം ജൂബിലി വർഷത്തിലേക്ക് കടക്കുന്ന പാലാ രൂപതയുടെ 1 വർഷം നീണ്ടു നിൽക്കുന്ന ജൂബിലി ആഘോഷത്തിന് ഭരണങ്ങാനത്ത് വിശുദ്ധ അൽഫോൺസാമയുടെ തിരുനാളിനോടനുബന്ധിച്ച് തുടക്കമാകും. ജൂലൈ 26-ന് ഉച്ചകഴിഞ്ഞ് 3-ന് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ തീർത്ഥാടന കേന്ദ്രത്തിൽ വിശുദ്ധ കുർബാന അർപ്പിച്ച് സന്ദേശം നൽകുകയും ജൂബിലി ആഘോഷം ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യും. പാലാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട്, മാർ ജോസഫ് പള്ളിക്കാപ്പറമ്പിൽ എന്നിവർക്കൊപ്പം രൂപതയിലെ എല്ലാ വൈദികരും വിശുദ്ധ കുർബാനയിൽ സഹകാർമ്മികരാകും.